എല്ലാവർക്കും ഞങ്ങളുടെ ഓണാശംസകൾ. എല്ലാ വർഷവും ഓണത്തിന് ഞങ്ങൾ സാധാരണയായിട്ട് എൻ്റെ ഭർത്താവിൻ്റെ കുടുംബ വീടായ ചെങ്ങന്നൂരാണ് പോകാറുള്ളത്. ഇത്തവണ അത് വ്യത്യാസമായിട്ട് ഞങ്ങൾ താമസിക്കുന്ന തൃപ്പൂണിത്തുറ വീട്ടിൽ തന്നെയാണ് ഓണം ആഘോഷിക്കുന്നത്. എന്ന് വെച്ചാൽ എൻ്റെ മൂത്ത മകൾ, അവളിപ്പോൾ ഇവിടെ ഞങ്ങളുടെ കൂടെ ഇല്ല, അവൾ ബാംഗ്ലൂരാണ്. അവളുടെ വിവാഹമാണ് അടുത്ത മാസം 10-ാം തീയതി. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഓണം കഴിഞ്ഞാൽ ഉടനെ വിവാഹം ആയതുകൊണ്ട് തറവാട്ടിൽ നിന്ന് എല്ലാവരും ഇങ്ങോട്ട് എത്തുന്നതുകൊണ്ട് വളരെ പ്രത്യേകതയുള്ള ഒരു ഓണമാണ് ഞങ്ങൾക്ക് ഇത്തവണ. ഇത് എൻ്റെ ഭർത്താവ് ശ്രീനാരായണ ഭട്ടതിരി, അത് എൻ്റെ രണ്ടാമത്തെ മകൾ അപർണ ദീപ്തി, ഇതെൻ്റെ മകൾക്ക് തുല്യമായിട്ടുള്ള മറ്റൊരു മകൾ ഗായത്രി, ഇവളുടെ ക്ലാസ്മേറ്റാണ്. നാട്ടിലുള്ളതുപോലെ അത്ര വിപുലമായ രീതിയിൽ ഓണം ആഘോഷിക്കാൻ പറ്റാറില്ലെങ്കിലും തൃപ്പൂണിത്തുറ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഓണത്തിനൊട്ടും പിറകിലല്ല, അത്താഘോഷവും എല്ലാം ഉണ്ടല്ലോ. ഞങ്ങളും വീട്ടിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട്, പൂക്കളം ഇടാറുണ്ട്. അതുപോലെ എല്ലാ എന്തൊക്കെയാണോ ഓണത്തിന് ചെയ്യാൻ പറ്റുന്നത്, പായസം ഉണ്ടാക്കുക, എല്ലാ വിധത്തിലും ഞങ്ങൾ കൂടാറുണ്ട്. പ്രത്യേകിച്ചും ഓണപ്പാട്ട്, ഇദ്ദേഹം കവിതകളൊക്കെ എഴുതാറുണ്ട്. അപ്പോൾ ഓണപ്പാട്ടൊക്കെ എഴുതി ഞങ്ങളിവിടെ റെസിഡൻഷ്യൽ ലൈനിലാണെങ്കിലും ഓണപരിപാടിയിലേക്കൊക്കെ ചൊല്ലാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു ഓണപ്പാട്ടിൻ്റെ ഒരു കവിത ഇപ്പം ചൊല്ലും. പാട്ടില്ലാതെ എന്ത് ഓണം, നൃത്തമില്ലാതെ കൈകൊട്ടിക്കളിയില്ലാതെ എന്ത് ഓണം, ശർക്കര ഉപ്പേരിയും പാലട പ്രഥമനും ഇല്ലാതെ എന്ത് ഓണം. അങ്ങനെ ഓണത്തിൻ്റെ ചെറിയ ചെറിയ ബിംബങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു ചെറിയ പാട്ട്. ഓണമായി തിരുവോണം മലയാള മനസ്സിൻ്റെ ദ്യോവിലൊരു താരക വന്നുദിച്ചുയർന്നു. ഓണമായി തിരുവോണം മലയാള മനസ്സിൻ്റെ ദ്യോവിലൊരു താരക വന്നുദിച്ചുയർന്നു. കേരളാംബേ ഭഗവതി ലാസ്യ നൃത്തമാടു നീ, മോഹന സുദിനമതിൽ മോഹിനിയായി. കേരളാംബേ ഭഗവതി ലാസ്യ നൃത്തമാടു നീ, മോഹന സുദിനമിതിൽ മോഹിനിയായി. നിൻചിരിയിലലിയട്ടൻ സങ്കടങ്ങൾ സകലതും, നെഞ്ചിലൊരു പഞ്ചമത്തിൻ ശ്രുതിയുയർന്നു. നെഞ്ചിരിയിലലിയട്ടൻ സങ്കടങ്ങൾ സകലതും, നെഞ്ചിലൊരു പഞ്ചമത്തിൻ ശ്രുതിയുതിർന്നു. ഓണമായി തിരുവോണം ആഗതമായി നീ നമ്മൾ ആവണിയിൽ അർഘ്യപാദ്യമൊരുക്കി വയ്ക്കാം. നാക്കിലയിൽ നിറവറ അഷ്ടമംഗല്യവും പിന്നെ പൂക്കുലയും പൊൻവിളക്കും തെളിച്ചു വയ്ക്കാം. നാക്കിലയിൽ നിറവറ അഷ്ടമംഗല്യവും പിന്നെ പൂക്കുലയും പൊൻവിളക്കും തെളിച്ചു വയ്ക്കാം. പൊന്നണിക്കസവുമുണ്ടു ചുറ്റി നൃത്തമാടിടാം നാം, ഇന്നു നമ്മൾ ഒന്നാണെന്നോരോർമ്മ പുൽകിടാം. പൊന്നണിക്കസവുമുണ്ടു ചുറ്റി നൃത്തമാടിടാം നാം, ഇന്നു നമ്മൾ ഒന്നാണെന്നോരോർമ്മ പുൽകിടാം. എന്തു നമ്മൾ നൽകണം ഈ സുന്ദരമാം ചിന്ത തന്ന തമ്പുരാനിന്നെന്തു നൽകി സ്തുതിച്ചിടണം. എന്തു നമ്മൾ നൽകിയാലും സന്തുലിതമാവുകില്ല തമ്പുരാൻ്റെ പ്രജാവാത്സല്യത്തിനെന്നും. ശർക്കര ഉപ്പേരി പിന്നെ പാലട പ്രഥമൻ ചേർന്ന സദ്യയുണ്ടു രസിച്ചിടാം തൃപ്തിയാവോളം. ശർക്കരയുപ്പേരി പിന്നെ പാലട പ്രഥമൻ ചേർന്ന സദ്യയുണ്ടു രസിച്ചിടാം തൃപ്തിയാവോളം. പരിപ്പ് പച്ചടി കാളൻ പുളി ഇഞ്ചി നല്ല ഓലൻ കറികൾ
പപ്പടവുമങ്ങെത്രയുമാകാം. ഓണമായി തിരുവോണം മലയാള മനസ്സിൻ്റെ കീർത്തി പൊങ്ങും ഉത്സവത്തിൻ കൊടിയുയർന്നു. ഓണമായി തിരുവോണം മലയാള മനസ്സിൻ്റെ കീർത്തി പൊങ്ങും ഉത്സവത്തിൻ കൊടിയുയർന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഓണത്തോടനുബന്ധിച്ച് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന പായസം അവൽ പായസമാണ്. പ്രധാനമായിട്ടും വേണ്ടത് തീർച്ചയായിട്ടും അവൽ. അവൽ എന്ന് പറയുമ്പോൾ വെള്ള അവൽ പാടില്ല, ചുമന്ന അവൽ തന്നെ. ആ ചുമന്ന അവൽ എടുക്കുക. പിന്നെ വേണ്ട ഒരു കാര്യം ശർക്കര. നമുക്കറിയാം പായസം വെക്കുന്നതിന് മധുരം, പായസം എന്ന് പറഞ്ഞാൽ മധുരമാണല്ലോ അല്ലേ. അപ്പോൾ ശർക്കര ഒഴിവാക്കാൻ പറ്റില്ല, ശർക്കര. അപ്പോൾ അതിനൊരു കണക്കെന്താണെന്ന് വെച്ചാൽ ഒരു 1/4 കിലോ അവലാണ് എടുക്കുന്നതെങ്കിൽ 1/2 കിലോ ശർക്കര, അങ്ങനെ മനസ്സിലാക്കുക. പിന്നെ വേണ്ടത് തേങ്ങാപ്പാൽ. അപ്പോൾ ഈ അളവിന് 1/4 കിലോ ശർക്കരയ്ക്ക് 1/4 കിലോ അവലും 1/2 കിലോ ശർക്കരയാണെങ്കിൽ ഒരു വലിയ തേങ്ങയുടെ പാല്, അത് 1-ാം പാലും വേണം 2-ാം പാലും വേണം. 1-ാം പാൽ എടുത്ത് മാറ്റി വയ്ക്കുക, 2-ാം പാല് നമ്മൾ ആദ്യം തന്നെ പായസത്തിൽ ഉപയോഗിക്കും. ശർക്കര നമ്മൾ തിളപ്പിച്ച് എന്ന് വെച്ചാൽ ഇപ്പോൾ കിട്ടുന്ന ശർക്കര നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കലർപ്പ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവിടെയൊക്കെ ഈ പ്രദേശത്തൊക്കെ കിട്ടുന്ന ശർക്കര എന്ന് പറയുന്നത് ഈ ഉണ്ട ശർക്കരയാണ്. അപ്പോൾ അത് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് അരിച്ച് പാനിയാക്കി വെക്കണം. കൂടാണ്ട് നമ്മൾ മറ്റു പായസങ്ങളിൽ ഉപയോഗിക്കുന്നത് പോലെ ആവശ്യത്തിന് നെയ്യ് ഉണ്ടാവണം. നെയ്യ് ഇഷ്ടമില്ലെങ്കിൽ വേണമെങ്കിൽ ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചാലും മതി. ചിലവർക്കൊക്കെ നെയ്യ് ഇഷ്ടമല്ല, അപ്പോൾ അങ്ങനെ മാറ്റി ചെയ്യാറുണ്ട്. എന്നാലും സ്വാദ് നല്ലത് നെയ്യ് തന്നെയാണ്. കറുത്ത മുന്തിരിയും കിസ്മിസും രണ്ടും കുറേശ്ശെ ഇടുന്നത് നല്ലതാണ്. സാധാരണ പായസത്തിനൊക്കെ കിസ്മിസ് മാത്രമാണ്, ഈ ചുമന്ന മുന്തിരി മാത്രമാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ കറുത്ത മുന്തിരി നമുക്ക് എല്ലാവർക്കും അറിയാം, ആരോഗ്യത്തിന് കൂടുതൽ നല്ലത് ഈ കറുത്ത മുന്തിരിയാണ്. അതും അല്പം ഇതും അല്പം ഉപയോഗിക്കാം. അണ്ടിപ്പരിപ്പ് വേണം, കൂടാതെ ഏലക്ക വേണമെങ്കിൽ കുറച്ച് തേങ്ങ നമ്മൾ മറ്റ് പ്രഥമനിടുന്നത് പോലെ ചെറുതായിട്ട് അരിഞ്ഞ് വറുത്തിടാം. അത് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അവസാനം കുറച്ച് കൽക്കണ്ടം നന്നായിട്ട് പൊടിച്ച് അതിൻ്റെ മുകളിൽ വിതറുകയും ചെയ്തു കഴിഞ്ഞാൽ പായസം കഴിക്കാൻ തക്കവണ്ണം ആയിക്കഴിഞ്ഞു. ഒരു വ്യത്യാസം, അവലൊന്ന് ചെറുതായിട്ട് നമ്മളൊന്ന് വറക്കുക കൂടി വേണം. വറക്കുക എന്ന് പറഞ്ഞാൽ എണ്ണ ഒഴിച്ച് അങ്ങനെ വറക്കണ്ട, ഒന്ന് വെറുതെ ഉരുളിയിൽ വെച്ചൊന്ന് ചൂടാക്കി എടുക്കണം. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ അമ്മ ചെയ്യുന്ന കണ്ടാണ് കേട്ടോ പഠിച്ചത്. അവൽ പായസം അത്രയും പ്രശസ്തമൊന്നുമല്ല, പക്ഷെ ഇതിന് ഒരു നൊസ്റ്റാൾജിക് ഒരു ഫീലിംഗ് ഉണ്ട് എനിക്ക്. എന്താണെന്ന് വെച്ചാൽ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ അമ്മ ഇങ്ങനെ ഉണ്ടാക്കി തന്നതുകൊണ്ട് അവൽ പായസം ഒരു പ്രത്യേക ഇഷ്ടമാണ്. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്കും വല്ലപ്പോഴും അങ്ങനെ അതുകൊണ്ട് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഇതിങ്ങനെ ഒരു ശകലം മൊരിക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തേങ്ങാപ്പാലും ശർക്കരയും തിളയ്ക്കുമ്പോൾ ഇതിട്ട് നമ്മൾ ഇതിന് വേവൊന്നും ഇല്ലല്ലോ, നമുക്കറിയാം അവലിന് വേവൊന്നും ഇല്ല. അപ്പോൾ ഇങ്ങനെ കുഴഞ്ഞു പോവാതിരിക്കാനാണ് നമ്മൾ ഒരു ശകലം ഇങ്ങനെ ചൂടാക്കുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ കണ്ടാലറിയാം, നമ്മൾ അവൽ ഈ നെയ്യും അവലും കൂടി ഒന്ന് ഇങ്ങനെ വരുമ്പോൾ എല്ലാത്തിനും ഒരേ നിറം വരണം. കുറച്ചിങ്ങനെ ചെറിയ ഒരു ചുമപ്പ് കളറും കുറച്ചും കൂടെ ഒരു ഡാർക്ക് കളറും ആവരുത്. എല്ലാം ഒരുപോലെ വന്നു കഴിയുമ്പോൾ ഇത് നമ്മൾ കോരി എടുക്കുകയാണ് ചെയ്യേണ്ടത്.